ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ വണ്ടിയെല്ലാം അലമ്പായി കിടക്കുകയാണ്. വൃത്തിയാക്കിയെടുക്കൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. ജീപ്പാണ് ഇതിനെക്കാട്ടും വലിയ അലമ്പ. ഇത് കഴുകിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മളെ റോഡ് ഫുള്ള് നാശമായി കിടക്കുകയാണ്. റോഡിന് ഫണ്ടെല്ലാം പാസ്സായിക്കുന്നെല്ലാം പറയുന്നുണ്ട്, ഒരു കാര്യമില്ല. ഈ വണ്ടി കഴുകൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. ഇത് കഴിഞ്ഞിട്ട് കുറേ പരിപാടികളുണ്ട്, അപ്പൊ സ്പീഡാക്കി അങ്ങ് ചെയ്ത്. എന്താ റോഡാണോ? MLA പോയി പറ, ബാറ്റ്മാൻ വിളിച്ചിരുന്നു. ഈ കുഴിയൊക്കെ നാളെ തന്നെ നന്നായിക്കൊള്ളണം, അല്ലെങ്കിൽ വിവരം അറിയും. അങ്ങനെ നമ്മൾ റോഡ് ക്ലീൻ ആക്കാൻ അങ്ങ് തീരുമാനിച്ചു. നമ്മളെ നാടിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിന്നാണ് എല്ലാ പ്ലാനും ഉണ്ടാവല്. അങ്ങനെ സംഭവം സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഇടയിൽ നമ്മളെ വണ്ടി ഒന്ന് കുടുങ്ങിക്കണ്. ഇവന്മാര് തോട്ടില് മീൻ പിടിച്ച് കളിക്കുക. ഇവിടെ പണിയെടുക്കണ ആരെങ്കിലും സംഭവം തുടക്കത്തിൽ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നെങ്കിലും ലാസ്റ്റ് ആയപ്പോ ഏകദേശം 10-30 ചെക്കന്മാരുണ്ടായിരുന്നു നമ്മളെ. കിടക്കാൻ വേറെ ഒരു ഇടം കണ്ടില്ല. നമ്മളെ കഷ്ടപ്പാട് കണ്ട് സ്പ്രൈറ്റും കൊണ്ട് വന്നതാണ് ഷബീബ്. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാണ്. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മള് രായപ്പൻ ഉണ്ടാക്കുന്ന ഫുഡും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാരും. നീണ്ട കാത്തിരിപ്പിന് വിരാമിട്ട് ഫുഡ് എത്തി. ഇത്രയാൾക്കുള്ള ഫുഡ് നമ്മളെ രായപ്പന്റെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ ഫണ്ട് നമ്മളെ നാട്ടുകാർ സ്പോൺസർ ചെയ്താണ്. അങ്ങനെ അത് കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് ഗ്ലാസ് എടുക്കാനാണ്. 2 പീസാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്, 1 പീസാണ് എത്തിയിട്ടുള്ളൂ. അങ്ങനെ അതും എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അടുത്ത് നമ്മളൊരു ചായ പിടിക്കാൻ വേണ്ടി നമ്മൾ ഓഷ്യനിൽ വന്നതാണ്. ജെസ്സിയിൽ എന്തായാലും കാര്യമായിട്ട് നോക്കുന്നുണ്ട്, എന്താ ഓർഡർ ചെയ്യാന്ന് നമുക്ക് നോക്കാലോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് ചോക്ലേറ്റ് കോഫി എത്തി. സീൽ കണ്ടമാൻ ആലോചിച്ചിട്ട് വലിയ എന്തോ ഒരു പേര് പറഞ്ഞൊക്കെ, അതുകൊണ്ടാന്ന് തോന്നുന്നു ഓന്റെ കോഫി എത്തിക്കില്ല. സംഭവം ഞാൻ സിംഗിൾ ആയതുകൊണ്ട് എനിക്ക് ഇതിന്റെ മേലുള്ള ഈ ചിഹ്നം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതാണ് കലക്കാൻ കളഞ്ഞ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടതിനെ ബീഫ് ലോഡർ ഫേസ് ആണ് കേട്ടോ, അതെത്തിക്കുന്നു. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അതും കഴിച്ച് നേരെ പുരേക്ക്, ബാക്കി നാളെ.